السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا نبي الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلموا أمة محمد اللهم صل وسلم وبارك وسلم عليه. ബഹുവന്ദനായ ഉസ്താദുമാർ, കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, കൂട്ടുകാർ, സഹോദരിമാർ, ഉമ്മബെങ്ങന്മാർ, കൊച്ചുമക്കൾ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരെല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗമുള്ളവർ, മറ്റു പ്രയാസങ്ങളുള്ളവർ, എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുത്ത് സന്തോഷം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ മജ്ലിസിന്റെ നൂറ് അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നാളെ സ്വർഗീയ ലോകത്ത് ഹബീബായ മുത്ത് നബിയോടുകൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രോഗ്രാമിന്റെ 2ാം ദിനത്തിലാണ് നാം ഇന്ന് ഉള്ളത്. അൽഹംദുലില്ലാഹ്, വളരെ മഹത്തായ ഒരു മജ്ലിസിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നൂറാണല്ലോ ഇൽമ്. ആ ഇൽമിന്റെ മജ്ലിസ് സ്വർഗ പൂന്തോട്ടത്തിൽ പെട്ട ഒരു സ്ഥലമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മജ്ലിസിന് വലിയ ബറക്കത്തുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങി. അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ഓരോ ദിവസങ്ങൾ നമ്മോട് വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പരിശുദ്ധ ശഅബാനിന്റെ 15ന്റെ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ബറാഅത്തിന്റെ രാവ് നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് നാം ഒക്കെയും. മഹത്തമായ രാവുകൾ, പകലുകൾ, സമയങ്ങൾ, സ്ഥലങ്ങൾ, വ്യക്തികൾ, ഇതൊക്കെയും നമ്മൾ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ കാണണം. അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വീട് പോലെ അല്ല നമ്മൾ പള്ളി കാണുന്നത്. കാരണം അത് അള്ളാഹുവിന്റെ ഭവനമാണ്. മറ്റു പുസ്തകങ്ങളെ പോലെ അല്ല ഖുർആന് നമ്മൾ കാണുന്നതും കയ്യിൽ പിടിക്കുന്നതും. അത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ്. ഇങ്ങനെ തുടങ്ങി വിശ്വാസികൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന എല്ലാത്തിനെയും ആ ആദരവോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽപ്പെട്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ആ മാസത്തിലെ വളരെ പവിത്രമായ രാവാണ് ബറാഅത്തിന്റെ രാവ് എന്ന് പറയുന്നത്. പണ്ട് കാലം മുതൽക്ക് തന്നെ, നമ്മളൊക്കെ കുട്ടികളായത് മുതൽക്ക് തന്നെ ഇതുപോലുള്ള രാവുകളും ദിവസങ്ങളുമൊക്കെ കേട്ടും അനുഭവിച്ചും പരിചയമുള്ളവരാണ് നമുക്ക്. മിഅ്റാജിന്റെ രാവ് നമുക്കറിയാം, ബറാഅത്തിന്റെ രാവ് നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ നമുക്കറിയാം. നമ്മളൊക്കെ ചെറിയ മക്കളായ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കൂട്ടുകാർ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ നമുക്കത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല രൂപത്തിൽ ഇതുപോലുള്ള രാവുകൾ സ്വീകരിച്ച് ഇബാദത്തുകളെ കൊണ്ടൊക്കെ ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മൾക്ക് കുട്ടികളായിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കല് ഈയൊക്കെ ഇതുപോലുള്ള ദിവസങ്ങളിലാണ്. അപ്പൊ ആ പലഹാരം കിട്ടാനുള്ള സന്തോഷം കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്, ചോദിച്ച് അറിയാറുണ്ട്. അല്ലെ? അൽഹംദുലില്ലാഹ്, അതൊരു നല്ല കാര്യമാണ്. സന്തോഷമുള്ള ദിവസങ്ങളിൽ, സമയങ്ങളിൽ സന്തോഷത്തിന്റെ പേരിൽ വല്ലതും ഭക്ഷണം ഉണ്ടാക്കൽ, സ്പെഷ്യലൊക്കെ ഫുഡ് ഉണ്ടാക്കലൊക്കെ നല്ലതാണല്ലോ. ഏതായാലും ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ആ രാവ് എന്താണ് ആ രാവിന്റെ പ്രത്യേകത, എന്താണ് ആ രാവിലെ നടക്കുന്നത്, ഒരു വിശ്വാസി ആ രാവിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണ് ആ രാവിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്, ഇതൊക്കെ നാം അറിയുന്നവർ തന്നെയാണ്. എങ്കിലും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ബറാഅത്തിന്റെ രാവ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത മഹത്വമുള്ള ഒരു രാവാണ് സഹോദരങ്ങളെ. ഞാൻ ഓതിവെച്ച സൂറത്തു ദുഖാനിലെ ഏതാനും 1-2 ആയത്തുകൾ നമുക്ക് ഓതാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, സൂറത്തു ദുഖാൻ വലിയ മഹത്വമുള്ള ഒരു അധ്യായമാണ്. സൂറത്തു ദുഖാൻ ഓരോ വിശ്വാസിയും എല്ലാ ദിവസങ്ങളിലും പാരായണം ചെയ്യേണ്ടുന്ന ചില സൂറത്തുകൾ ഉണ്ടല്ലോ, അല്ലേ? നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ മുൽക്ക് നമ്മൾ എന്നും ഓതുന്നവരാണ്. മരണം വരെ അത് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ വാഖിയ, സൂറത്ത് യാസീൻ, സൂറത്തുർ റഹ്മാൻ, ഇത് സജദ, ഇങ്ങനെ
തുടങ്ങി പല സൂറത്തുകളും എല്ലാ ദിവസവും നമ്മൾ ഓതേണ്ടവരാണ്. അള്ളാഹു നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലത്തെ ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ. സുബ്ഹാനല്ലാഹ്. ബറാഅത്തിന്റെ അന്ന് നമുക്ക് പ്രത്യേകം ഓതല് നല്ലതാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ സൂറത്തു ദുഖാൻ ഓതിക്കഴിഞ്ഞാൽ മൻ ഖറഅ ഹാമീൻ അദ്ദുഖാൻ ഫീ ലൈലത്തിൻ അസ്ബഹ യസ്തഗ്ഫിർ ലഹു 70000 മലക്. ഒരാൾ ഒരു രാത്രിയിൽ സൂറത്തു ദുഖാൻ അങ്ങോട്ട് ഓതിയാൽ, ഒരു രാത്രി ഒരാൾ സൂറത്തു ദുഖാൻ ഓതിയാൽ, സൂറത്തു ദുഖാൻ ഓതിയിട്ട് ഒരാൾ കിടന്നുറങ്ങിയാൽ നേരം പുലരുന്ന സമയത്തേക്ക് ആ മനുഷ്യന് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനം തേടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നല്ല, രണ്ടല്ല, 700 അല്ല, 70,000 മലക്കുകളാണ് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുന്നത്. പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നതെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ ഖറഅ ഹാമീൻ ലൈലത്തുൽ ജുമുഅ അല്ലാഹു തആല ഹബീബായ തങ്ങൾ പറയാണ്, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ സൂറത്തു ദുഖാൻ ഓതിയാൽ അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിൽ ആ മനുഷ്യനൊരു വീട് അല്ലാഹു പണി ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടുമെന്നാണ് സഹോദരങ്ങളെ. എത്ര വലിയ മഹത്വമാണല്ലത്. ആ സൂറത്തിലൂടെ അല്ലാഹു ഈ രാവിനെ കുറിച്ച് കൊണ്ട് പറയുകയാണ്, ഹമീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. നിശ്ചയമായിട്ടും ഈ ഖുർആനിനെ ഞാൻ ബറക്കത്താക്കപ്പെട്ട മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാവിൽ ഈ ഖുർആനിനെ ഞാൻ ഇറക്കിയിരിക്കുന്നു. വളരെ മഹത്വമുള്ള രാവിലാണ് ഈ ഖുർആനിനെ ഞാൻ ഇറക്കിയിട്ടുള്ളത്. ഇന്നാ കുന്നാ മുൻദിരീൻ. നിശ്ചയമായിട്ടും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നവൻ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. എന്നിട്ട് പറയുന്നു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ മഹത്തായ രാത്രിയില്, ആ മഹത്വമുള്ള രാത്രിയില് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഓരോ കാര്യവും വേർതിരിച്ച് ഞാൻ വിവരിക്കപ്പെടുന്നു. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്നാ പറഞ്ഞേ. ആ രാത്രിയില് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അല്ലാഹു തആല വേർതിരിച്ച് വിവരിക്കപ്പെടുന്ന രാത്രിയാണ് ആ രാത്രി എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മെ പറയുകയാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്നഹാ ലൈലത്തുൽ ബറാഅ. ഏതാണ് ആ രാവ്, ആ മഹത്തുള്ള രാവ് ഏതാണെന്ന് അല്ലാഹു പറഞ്ഞത്? അത് ബറാഅത്തിന്റെ രാവാണ്. വഹുവ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. അത് ശഅബാൻ 15ന്റെ രാവാണ്. അപ്പൊ അല്ലാഹു എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്ത് തീരുമാനിക്കുന്ന, കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരു രാവാണ് ബറാഅത്തിന്റെ രാവെന്ന് അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല റാഹത്തിലാക്കി തരുമാറാവട്ടെ. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ അല്ലേ? എന്താ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ? മോചനം എന്നാണ്. മോചനം കിട്ടുക, മോചനം ലഭിക്കുക എന്നാണ്. അതെ, ആ രാത്രിയിൽ അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് മോചനം കൊടുക്കുന്നുണ്ട്. നരകാവകാശികളായ ആളുകൾ, ദോഷങ്ങളെ കൊണ്ട് വല്ലാതെ മുങ്ങിപ്പോയ ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു തആല അതിൽ നിന്ന് മോചനം കൊടുക്കുന്നുണ്ട്. അപ്പൊ മോചനം കൊടുക്കുന്ന രാവാണെന്ന് അല്ലാഹു തആല ആ രാവിനെ കുറിച്ച് കൊണ്ട് പറയുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു നമുക്കൊക്കെ മോചനം നൽകുമാറാവട്ടെ. മാത്രമല്ല, നിങ്ങൾ നോക്ക്, മലക്കുകൾക്ക് ആകാശത്തിൽ 2 രാവുകൾ അവർക്ക് പെരുന്നാളാണെന്ന ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. മലക്കുകൾക്ക് വാനലോകത്ത് ആകാശത്ത് 2 രാവുകൾ അവർ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നുണ്ട് എന്നാണ്. മുസ്ലിമീങ്ങളായ നമുക്ക് ഭൂമിയിൽ 2 ദിവസങ്ങളുണ്ട് അല്ലെ പെരുന്നാളായിട്ട്. ചെറിയ പെരുന്നാളുണ്ട്, മറ്റൊന്ന് വലിയ പെരുന്നാളുണ്ട്. എന്നാൽ വാനലോകത്തുള്ള മാലാകമാർക്ക് മലക്കുകൾ അവരുടെ ഈദിന്റെ ദിവസം ഏതാണ്? 2 പെരുന്നാൾ അവർക്കുണ്ട്. അത് ഏതാണെന്നോ? ഒന്ന് ലൈലത്തുൽ ഖദറാണ്, മറ്റൊന്ന് ലൈലത്തുൽ ബറാഅ.
ബറാഅത്തിന്റെ രാവാണ്. ഈ രണ്ട് രാവുകള് ലൈലത്തുൽ ഖദ്ർ നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത് അത് റമദാൻ ശരീഫിലാണല്ലോ. എന്നാൽ ആ രാവ് മലക്കുകളുടെ പെരുന്നാളിന്റെ രാവാണ്. അതുപോലെ ബറാഅത്തിന്റെ രാവ് കടന്നു വരുമ്പോൾ, അതേ ശഅബാൻ 15ന്റെ രാവ് കടന്നു വരുമ്പോൾ വനലോകത്തുള്ള മാലാകമാര് സന്തോഷിക്കുകയാണ്. അവരുടെ സന്തോഷം എങ്ങനെയാണെന്നോ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടാ, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടാ. അപ്പൊ മലക്കുകൾ സന്തോഷിക്കുന്ന രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്ന ബറാഅത്തിന്റെ രാവ്. അല്ലാഹു ആ രാവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരുന്നു. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഈ ബറാഅത്ത് രാവും ലൈലത്തുൽ ഖദ്റും രണ്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ്? അല്ലാഹു തആല ബറാഅത്തിന്റെ രാവ് ഏത് രാവാണ് എന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് പറഞ്ഞു അല്ലേ? അതേ സമയത്ത് ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് അല്ലാഹു വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു തന്നിട്ടില്ല. അതേ സമയത്ത് അൽഹംദുലില്ലാഹ് ബറാഅത്തിന്റെ രാവ് ഇന്ന രാവാണ്, അത് ശഅബാൻ 15ന്റെ രാവാണ് എന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ സമയത്ത് ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയൂല. നമ്മൾ ഏറെക്കുറെ അലിമീങ്ങൾ പണ്ഡിതന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന വീക്ഷണ പ്രകാരം പലതും കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് പല രൂപത്തിലും വല്ല ഉറച്ച തീരുമാനം അഭിപ്രായം തന്നെയാണത് റമദാൻ 27 എന്നുള്ളത്. എന്നാൽ അതിലൊരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്ത് പറയുന്നുണ്ട് അല്ലെ. ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവിലാണ് എന്ന് വ്യക്തമാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞാല് നമ്മൾ അന്ന് മാത്രം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കും. അത്രയും വിദഗ്ധരാണ് നമ്മൾ എന്ന് അള്ളാഹുവിന് അറിയാം. റമദാൻ ഇന്ന രാത്രിയിലാണ് എന്ന് മാത്രം വ്യക്തമാക്കിയിട്ട് പറഞ്ഞാല് മറ്റൊരു സമയവും മറ്റുള്ള ടൈമുകളൊന്നും ഇബാദത്തിന് ഉപയോഗപ്പെടുത്താതെ ആ രാവ് മാത്രം കാത്തിരിക്കും. കാരണം 1000 മാസത്തെക്കാൾ മഹത്തുള്ള രാവല്ലേ. അന്നൊരു ദിക്ർ ചൊല്ലിയാല്, ഖുർആനിൽ നിന്നൊരു പേജ് ഓതിയാല്, ഒന്ന് സ്വതക്ക കൊടുത്താല് 1000 മാസം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂലിയല്ലേ. അതുകൊണ്ട് ആ ദിവസം വരട്ടെ, അന്നത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ മാറി നിൽക്കുന്ന അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ആ രാവിനെ മറച്ചു വെച്ചു. അതുപോലെ പലതും അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. 7ഓളം വിഷയങ്ങൾ അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അത് പബ്ലിക്കിലേക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിൽപ്പെട്ട ഒരു വിഷയമാണ് സ്വലാത്തുൽ വുസ്താ. ഹഫിളൂ അലസ്സലവാത്ത് വസ്സലാത്തുൽ വുസ്താ. നിസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ, പ്രത്യേകം മൈൻഡ് ചെയ്യണേ, പ്രത്യേകം പരിഗണിക്കണേ. അതിൽ അല്ലാഹു പറയുന്നു വസ്സലാത്തുൽ വുസ്താ. വുസ്ത നിസ്കാരം നിങ്ങൾ പ്രത്യേകം ഒന്ന് പരിഗണിച്ചേക്കണേ. ഏതാണ് ഈ വുസ്ത നിസ്കാരം? പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് ഇന്നതാണ് എന്ന് വ്യക്തമാക്കി ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് പറയാതിരുന്നത്? അത് ഇന്ന നിസ്കാരമാണ് എന്ന് വ്യക്തമാക്കിയിട്ട് പറഞ്ഞാല് അത് മാത്രം കേന്ദ്രീകരിക്കും നമ്മൾ, അത് മാത്രം ശ്രദ്ധിക്കും. മറ്റുള്ള നിസ്കാരങ്ങൾ ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയും, ശ്രദ്ധിക്കുകയില്ല. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി അത് ഏതാണ് എന്ന് വ്യക്തമായി പറയാതെ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാണ് അല്ലാഹു അത് പ്രത്യേകം വ്യക്തമാക്കി പറയാതിരുന്നത്. എന്നാലും പണ്ഡിതന്മാര് പറയുന്നു അത് അസ്ർ നിസ്കാരമാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ. കാരണം അസ്ർ നിസ്കാരത്തിന് വലിയ പവറുണ്ടല്ലോ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലരും അശ്രദ്ധയിലാവുന്ന ഒരു നിസ്കാരമാണ് അസ്ർ നമസ്കാരം. ഒരാള് അസ്ർ നിസ്കാരം അങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞാല് അവന്റെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്. അവന്റെ സമ്പത്തും അവന്റെ അഹലും മുഴുവനും അവന് നഷ്ടപ്പെട്ടതുപോലെയാണെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
അലൈഹി വസല്ലം പണിത്തിരക്കിലായിക്കൊണ്ട് മറ്റുള്ള ശുഗലിലായിക്കൊണ്ട് അസർ നിസ്കാരം പല ആളുകൾക്കും പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു നിസ്കാരമാണത്. അത് വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. മലക്കുകൾ സമ്മേളിക്കുന്ന നിസ്കാരമാണത്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഹബീബായ തങ്ങളോടുകൂടെ കടന്നു വരുമ്പോ മുത്തുനബി തങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടപ്പോ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നല്ലോ. ഹബീബായ തങ്ങൾ ഇരുന്നപ്പോ അലിയാര് തങ്ങൾ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശിരസ് അലിയാര് തങ്ങൾ തന്റെ മടിയിലേക്ക് അങ്ങ് ചേർത്തി വെച്ചു. മുത്തുനബിക്ക് നല്ല രൂപത്തിൽ വിശ്രമിക്കാനുള്ള ഇരിപ്പിടം സൗകര്യം അലിയാര് തങ്ങൾ ചെയ്തു കൊടുത്തല്ലോ. നീണ്ടുപോയ സമയോ അലിയാര് തങ്ങൾക്ക് പേടി വരാൻ തുടങ്ങിയല്ലോ. എന്തേ കാരണോ? ഹബീബായ തങ്ങളുടെ ശിരസ് തന്റെ മടിയിൽ വെച്ചിട്ട് തന്റെ ശരീരം ക്ഷീണിച്ചു പോയത് കൊണ്ടല്ല, എനിക്ക് വേദന വന്നത് കൊണ്ടല്ല, കാലിന് വേദന വന്നത് കൊണ്ടല്ല. എത്ര സമയം വേണമെങ്കിലും ഹബീബായ തങ്ങളെ ഏറ്റി നടക്കാനോ അവിടുത്തെ ശിരസ് മടിയിൽ വെച്ച് കൊടുക്കാനോ സഹാബത്ത് തയ്യാറാണ്. അതിലവർക്ക് മടിയില്ലല്ലോ. അലിയാരി തങ്ങളെ മനസ്സ് പൊട്ടാൻ തുടങ്ങി, വല്ലാത്ത വിഷമം വരാൻ തുടങ്ങി. അതേ അറിയാതെ കണ്ണ് നനഞ്ഞല്ലോ. ഉറങ്ങിപ്പോയ ഹബീബായ തങ്ങളുടെ മുഖത്തേക്കതാ തന്റെ കണ്ണിൽ നിന്ന് ചുടുകണ്ണ് നീരങ്ങ് ഊറ്റിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലങ്ങ് ഉണർന്നതാ. വിളിച്ചു ഉണർത്തിയതല്ല, ഇല്ല. സഹാബത്ത് ഹബീബായ തങ്ങളെ വിളിച്ചു ഉണർത്തുകയില്ല. നബി തങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഇല്ല, നബി തങ്ങളെ വിളിച്ചു ഉണർത്തുകയില്ല. പക്ഷേ അറിയാതെ കണ്ണിൽ നിന്ന് ബാഷ്പം അങ്ങ് ഊറ്റിപ്പോയതാണ്, വീണുപോയതാണ്. ഹബീബായ തങ്ങൾ ഉണർന്നപ്പോൾ എന്റെ കൂട്ടുകാരൻ കരയുകയാണ്. എന്തു പറ്റി മോനെ? ഉടനെ അലിയാര് തങ്ങൾ പറഞ്ഞല്ലോ, വല്ല ശത്രുക്കളും വന്നോ? അപകടം പറ്റിയോ? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഉടനെ അലിയാര് തങ്ങൾ പറഞ്ഞതെന്താണ് നബിയേ? ഇല്ല ഇല്ല, ആരും ആക്രമിക്കാൻ വന്നിട്ടില്ല. മറിച്ച് നബിയേ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്റെ നിസ്കാരം ഇവിടെ ഖളാ ആയല്ല നബിയേ. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളതാ അവിടുന്ന് എഴുന്നേൽക്കുന്നു. അസ്തമിച്ചു പോയ സൂര്യനിലേക്ക് അവിടുത്തെ ശറഫാക്കപ്പെട്ട വിരലങ്ങ് ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ, ഓ സൂര്യനെ, നീ മടങ്ങി വരണോ, നീ തിരിച്ചു വരണോ. എന്റെ അലി അസ്ർ നിസ്കരിച്ചിട്ടില്ല, അവൻ കുറ്റക്കാരനല്ല. കാരണോ, അവൻ എനിക്ക് വേണ്ടി വഴിപ്പെട്ടതാണ്, അല്ലാഹുവിന് വേണ്ടി വഴിപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വഴിപ്പെട്ടതാണ്. അതിന്റെ പേരിൽ കുറ്റക്കാരനാവില്ല. അതുകൊണ്ട് തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് അസ്തമിച്ചു പോയ സൂര്യനിലേക്ക് ചൂണ്ടിയിട്ടങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ ആ സൂര്യൻ അതാ മെല്ലെ മെല്ലെ റിട്ടം വരാൻ തുടങ്ങിയല്ലോ. അലിയാര് തങ്ങളോട് പറഞ്ഞല്ലോ, വേഗം അടുത്ത് നിസ്കരിച്ചോളൂ. നിസ്കാരം നല്ല രൂപത്തിൽ നിർവഹിച്ച് അലിയാര് നമ്മളോടി വരുന്നു. അതേ, തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ഏതാണ് ഒരു ട്രെയിനല്ല നിർത്തിയത്, ചന്ദ്രനാണ്. ഒരു ബസ്സല്ല, വാഹനമല്ല, ഫ്ലൈറ്റ് അല്ല നിർത്തിയത്, മറ്റേതാണ് നിർത്തിയത്? അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനാ സഹോദരങ്ങളെ അവിടെ നിർത്തിയത്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളെ അടുക്കൽ വന്ന് നിസ്കാരം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ സമ്മതം കൊടുത്തു. അസ്തമിച്ചു പോയി. സുബ്ഹാനല്ലാഹ്.
ഹബീബായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകുമാറാവട്ടെ. പറഞ്ഞുകൊണ്ടൊരു അസ്ർ നിസ്കാരം ഖലായി പോയപ്പോൾ പേടിച്ചു പോയതാ. നമുക്ക് അങ്ങനെ അസ്തമിച്ചു പോയ സൂര്യനെ മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയൂല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ട് പറയാത്ത കാര്യങ്ങളിൽപ്പെട്ട സംഗതിയാണ് അസ്ർ നിസ്കാരം. അതുപോലെ അല്ലാഹു സ്വാലിഹീങ്ങളായ ആളുകളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ട് ലോകത്ത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നുമുണ്ട്, അവര് നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അവരാരാണ് എന്ന് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ട് പറയുകയില്ല. പലരെയും നമുക്ക് തിരിച്ചറിയില്ല. ജീവിതത്തിൽ പലരെയും നമ്മൾ കാണാറുണ്ട്, അഭിമുഖീകരിക്കാറുണ്ടാകും. പക്ഷേ ഇവരാരാണ്, മഹാനാണോ വലിയാണോ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടവരാണോ എന്നൊന്നും നമുക്കറിയില്ല. അല്ലാഹു അത് മറച്ചു വെച്ചിരിക്കുകയാ. അതെന്തിനാണ്? നമ്മളെല്ലാവരെയും പരിഗണിക്കാൻ വേണ്ടിയാ. ഒരാളെയും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അവന്റെ വേഷവിധാനങ്ങൾ കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പല മഹാന്മാരും അങ്ങനെയല്ലേ. അവരെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അവസാനം വെച്ചുകൊണ്ട് തിരിച്ചറിയ അല്ലേ? സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് നമ്മൾ ഓർത്തുപോകുക, എത്ര വലിയ മഹാനായിരുന്നോ ഇതെന്ന് അല്ലാഹു മറച്ചു വെച്ചതാ. എന്നതുപോലെ ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹ് മറച്ചു വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ബറാഅത്തിനെ അല്ലാഹു നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തേ കാരണം നിങ്ങൾക്കറിയുമോ? ആ ബറാഅത്ത് രാവെന്ന് പറയുന്നത് അല്ലാഹു തീരുമാനങ്ങൾ എടുക്കുന്ന രാവാണ്. അതേ അന്നഹാ ലൈലത്തുൽ ഹുക്മി വൽ ഖളാഇ, അത് ഹുക്മിന്റെ രാത്രിയാണ്, അത് ഖളാഇന്റെ രാത്രിയാണ്. വലൈലത്തുസ് സുഖ്തി വൽറിളാ, അല്ലാഹു ദേഷ്യം വെക്കുന്ന രാത്രിയാണ്, അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന രാത്രിയാണ്. ലൈലത്തുൽ ഖബൂൽ, അല്ലാഹു സ്വീകരിക്കുന്ന രാവാണ്. വറദ് സ്വീകരിക്കാതെ തട്ടിക്കളയുന്ന രാവാണ്. വിജയികളെ തീരുമാനിക്കുന്ന രാവാണ്, പരാജിതരെ തീരുമാനിക്കുന്ന രാവാണ്. ഇതൊക്കെയാണ് ബറാഅത്തിന്റെ രാവെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിജയിയാണോ പരാജിതനാണോ, സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ, എത്ര കാലം നമ്മൾ ജീവിക്കും, നമ്മുടെ ആയുസ് എത്ര കാലം കിട്ടും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട്, എന്തൊക്കെ ഷർറുകൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ A to Z വിഷയങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്ന രാവാണ് സഹോദരങ്ങളെ ബറാഅത്തിന്റെ രാവ്. അത് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നു. അൽഹംദുലില്ലാഹ്, അത് വലിയ ഭാഗ്യമാണ്. കാരണം അത് അല്ലാഹു പറഞ്ഞു തന്നതുകൊണ്ട്, വ്യക്തമാക്കി തന്നതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ചോദിക്കാലോ. നമ്മുടെ വിഷയങ്ങൾ അല്ലാഹുവിനോട് നമുക്ക് അഭിപ്രായം പറയാം, റബ്ബിനോട് നമുക്ക് ആവശ്യപ്പെടാം. ഏത് കാര്യങ്ങളും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നടക്കുകയുള്ളൂ. അതേ സമയത്ത് ചില വിഷയങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അതിൽ മാറ്റങ്ങൾ വരും സഹോദരങ്ങളെ. നമ്മൾ എത്ര കാലം ജീവിക്കണമെന്ന് അല്ലാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നാം എത്ര ഭക്ഷണം കഴിക്കുമെന്ന് അല്ലാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വാട്ടർ വെള്ളം കുടിക്കുമെന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് തീരുമാനിച്ചു വെച്ചതാ. അതേ സമയത്ത് അതിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ അതിൽപ്പെട്ട ഒരു കാര്യമാണ് റബ്ബിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പറയുക, പടച്ചവനെ എന്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് പറയാ, എന്നെ വിജയികളെ കൂട്ടത്തിൽ ഒന്ന് ചേർക്കണേ എന്ന് പറയാ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമുക്ക് റബ്ബിനോട് ചോദിക്കാനും പറയാനും, ചോദിച്ചാൽ അല്ലാഹു നൽകുകയും ഖബൂൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു രാവാണ് ബറാഅത്തിന്റെ രാവെന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു നമുക്കത് വ്യക്തമാക്കി തന്നതാണ് സഹോദരങ്ങളെ. യംഹുല്ലാഹു മാ യശാഉ വയസ്ബിത്, ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അല്ലാഹു തആല ഉദ്ദേശിച്ചവൻ അഴിച്ചു കളയുന്നതാണ്, അവൻ ഉദ്ദേശിച്ച അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഏത് വിഷയങ്ങൾ അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അതിനെ മാറ്റിക്കളയാൻ ഒരു ശക്തിയെ കൊണ്ടും സാധിക്കുകയില്ല, ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അതേ സമയത്ത് അല്ലാഹുവിനോട് ഈ അടിമക്കാണ് കേണങ്ങ് അപേക്ഷിച്ചാൽ അവന്റെ അപേക്ഷ അല്ലാഹു കേൾക്കുന്നതാണ്. അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങളെ എല്ലാ വിഷയങ്ങളും നീ ഖൈറിലാക്കി തരണേ അല്ലാഹ്.
മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഒരു വർഷത്തേക്ക് വേണ്ട കാര്യങ്ങളാ അള്ളാഹു ഈ ശഅബാൻ മാസത്തിൽ തീരുമാനിക്കുന്നത്. ഒരു വർഷത്തേക്ക്, ഈ ശഅബാൻ മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ശഅബാൻ 15 വരെ വരാനിരിക്കുന്ന വിഷയങ്ങളാണത്രേ ഈ ഒരു രാവിൽ അള്ളാഹു തീരുമാനിക്കുന്നത്, അല്ലാതെ ജീവിതകാലം മുഴുവനല്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു സംശയമുണ്ടാകും. എന്താണ്? ഒരാൾ ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചിട്ടില്ലേ? പിന്നെന്താണ് ഈ രാവിലെ ഒരു തീരുമാനം നടക്കുന്നത്? ഒരാൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അയാൾ എത്ര കാലം ജീവിക്കും, അയാൾ ആയുസ് എത്രയാണ്, എന്ന് മരിക്കും, എവിടെ മരിക്കും, ഏതെല്ലാം ലോകത്ത് ചുറ്റി സഞ്ചരിക്കും, അല്ലെ, എന്തെല്ലാം സംസാരങ്ങൾ അദ്ദേഹം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ രാവിലെ ഒരു തീരുമാനം നടക്കുന്നത്? എന്താണ്? മഹാന്മാര് പറയുന്നു, ഒരു വർഷത്തേക്കുള്ള തീരുമാനമാണ് ഈ രാവിലെ നടക്കുന്നത്. അത് ലൈലത്തുൽ ബറാഅത്തിന്റെ അന്ന് തുടക്കം കുറിക്കുകയാണ്. അതിൽ നിന്ന് വിരമിക്കുന്നതോ ലൈലത്തുൽ ഖദറിന്റെ അന്നാണ്. ലൈലത്തുൽ ഖദർ അതും ഒരു ഖദറിന്റെ രാവാണ്, കണക്കാക്കുന്ന രാവാണല്ലോ. അപ്പൊ രണ്ട് കണക്കാക്കുന്ന രാവാണോ? അതേ പണ്ഡിതന്മാര് പറയുന്നു, ലൈലത്തുൽ ബറാഅയിൽ അല്ലാഹു തീരുമാനങ്ങൾ ഒരു വർഷത്തേക്ക് വേണ്ട ലൗഹുൽ മഹ്ഫൂദിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ലൈലത്തുൽ ബറാഅയിൽ തീരുമാനിക്കാൻ തുടങ്ങുന്നു. അതിൽ മാറ്റം അത് ഏതുവരെ? ലൈലത്തുൽ ഖദർ വരെ അതിന്റെ വിഷയങ്ങൾ തീരുമാനത്തിൽ എടുക്കുകയാണ്. ഒരു വർഷത്തേക്കുള്ള വിഷയങ്ങളാ അല്ലാഹു തീരുമാനിക്കുന്നത്. മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല പറയാണ്, ആ തീരുമാനിക്കുന്ന രാവ് ശഅബാൻ 15ന്റെ രാവാണ്. അതേ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളാ അല്ലാഹു തീരുമാനിക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണെന്നോ? എത്ര ആളുകൾ ഇവിടെ ജനിക്കാനുണ്ട്, എത്ര ആളുകൾ ഇവിടെ മരണപ്പെടാനുണ്ട്, എത്ര ആളുകളാണ് ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ പോകുന്നത്, അതുവരെ അല്ലാഹു തീരുമാനിക്കുകയാണ്. ആരൊക്കെയാണ് രോഗികളാവുന്നത്, ആരുടെയൊക്കെ രോഗങ്ങളാണ് ശിഫയാകുന്നത്, ആർക്കൊക്കെയാണ് ജീവിതത്തിൽ സന്തോഷങ്ങൾ കടന്നു വരുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് സകലമാന വിഷയങ്ങളോ അല്ലാഹു തീരുമാനമെടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. ഫലാ യുസാദു ഫീഹി അഹദു വലാ യൻഖുസു മിൻഹു അഹദു. അല്ലാഹുവിന്റെ ആ തീരുമാനത്തിൽ ഒന്നും തന്നെ കൂടുകയില്ല, ഒന്നും തന്നെ കുറവ് വരികയുമില്ല. അതിൽ ഒന്നും കുറവ് വരില്ല, ഒന്നും കൂടുകയുമില്ല, കുറയുകയുമില്ല. ആ രൂപത്തിൽ ഒരു വർഷത്തേക്ക് വേണ്ട സകലമാന കാര്യങ്ങളും അല്ലാഹു തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടുന്ന, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രാവാണ് സഹോദരങ്ങളെ ആ രാവ്. ഹജ്ജിന് പോവാൻ നമുക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യമില്ലാത്തവർ ആരുമില്ലല്ലോ. മരണത്തിന് മുമ്പ് ഹജ്ജ് ചെയ്യണോ, കഅബ കാണണോ, മക്ക കാണണോ, മദീന കാണണോ, ഹബീബിനെ സിയാറത്ത് ചെയ്യണോ, താല്പര്യമില്ലാത്തവർ ആരുമില്ലല്ലോ. പക്ഷേ അല്ലാഹ് തീരുമാനിച്ചെങ്കിൽ മാത്രമല്ലേ നടക്കുകയുള്ളൂ. ആ തീരുമാനമെടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കാം, ആഗ്രഹങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടാം. അല്ലാഹുവേ, സാധുക്കളായ പാപികളായ ഞങ്ങൾ ഒന്നും അറിയാത്തവരാണ്. ഞങ്ങളതെന്തൊക്കെയാണ് നീ തീരുമാനിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുകയില്ലല്ലോ. എന്നാലും ഞങ്ങളെ ആഗ്രഹം, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ നല്ല രൂപത്തിൽ ഖൈറിലാക്കി തരണേ അല്ലാഹ്.